നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയിൽ കോവിലകം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേര് മാത്രമല്ല കോട്ടയിൽ കോവിലകം എന്ന് പറയുന്നത്, ഈ നാടിൻ്റെ പേരും കോട്ടയിൽ കോവിലകം എന്ന് തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊരു കോട്ടയായിരുന്നു. ആ കോട്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇല്ലാണ്ടായി. ഇപ്പോൾ ഈ ക്ഷേത്രം മാത്രമേ ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് എന്തായാലും അറിയാം. ഇവിടെ ഒരു മഹായാഗം നടക്കുകയാണ്, നവചണ്ഡിക മഹായാഗം. ഒക്ടോബർ 3 മുതൽ 13 വരെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാഗമാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്കറിയാം. എൻ്റെ പേര് സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി. എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി. എൻ്റെ ദീക്ഷാഗുരു സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി. ഈ ക്ഷേത്രം കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗോവിന്ദപുരം എന്നാണ് അതിൻ്റെ രേഖകളിലെ പേരെങ്കിലും നാട്ടുകാർക്ക് അധികം പ്രശസ്തമായ പേരല്ല. ഈ സ്ഥലത്തിൻ്റെ പേര് ആയി മാറി, ക്ഷേത്രത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേരായി മാറിയിരിക്കണം. ഇത് 1300 തുടങ്ങി 250 വർഷം മുൻപ് വരെ വില്ലാർവട്ടം മഹാരാജാവിൻ്റെ ആസ്ഥാനമായിരുന്നു. കോട്ടയുടെ അകത്തെ കോവിലകം. അതുകൊണ്ടാണ് കോട്ടയിൽ കോവിലകം എന്നുള്ള പേര് വന്നു. ഇപ്പോൾ നാടിൻ്റെ പേരായി കോട്ടയായിരുന്നു. കോട്ടയുടെ ഉള്ളിൽ സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് പൂജിക്കാനായിട്ടൊരു ഭഗവാൻ ഉണ്ടായിരുന്നു. ആ ചതുർബാഹു ബിംബമാണ്, ഗുരുവായൂരപ്പ ബിംബമാണ് കൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അവരുടെ മുന്നേ അവർ കൊണ്ടുവന്നതായിട്ടാണ് പറഞ്ഞത് ഈ ബിംബം. അതുകൊണ്ട് വളരെ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കമല്ല, അതിനേക്കാൾ കൂടുതൽ പഴക്കം ഈ ബിംബത്തിനുണ്ട്. ഇത് പിന്നെ ചാലക്കുടിയാറിൻ്റെയും പെരിയാറിൻ്റെയും സംഗമ തീരമാണ്. 2 നദികൾ ഇതിലെ വന്ന് ഇവിടെ സംഗമിക്കുന്നുണ്ട്. പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ്. പിന്നെ കാടിൻ്റെ പ്രതീതി ഉള്ള, കാടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും കാടിൻ്റെ ഒരു പ്രതീതി പണ്ട് കാടൊക്കെ ആയിരിക്കും. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നൊക്കെ പറയാം. അതും നിസ്സാര സ്ഥലത്തിനുള്ള അത്രയും ഭംഗിയായിട്ട് കാണാനൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പം അതുകൂടാതെ നമ്മുടെ വിശ്വമാനവ മൈത്രി എന്ന് പറയും, ലോകത്തിൽ തന്നെ 4 മതസ്ഥർ, ഹിന്ദു, മുസ്ലിം, ജൂസ്, ക്രിസ്ത്യാനി, 4 മതസ്ഥർ ഏറ്റവും ചുരുങ്ങിയ ചുറ്റളവിൽ 4 ദേവാലയങ്ങളുള്ള സ്ഥലം. അങ്ങനെയൊക്കെ ഒരുപാട് മഹിമകളും പെരുമകളും ഉള്ള സ്ഥലമാണ്. പിന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും 3 ദേവാലയങ്ങൾ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റും. ഈ ദേവാലയം കോട്ടയുടെ അകത്തായിരുന്നത് കൊണ്ടും ഈ കോട്ടയിൽ നിന്നുള്ള തീരുമാനപ്രകാരമാണ് തൊട്ട് ചേർന്ന് മുസ്ലിമും, തൊട്ട് അപ്പുറത്തായി ജ്യൂസും, അപ്പുറത്തായി ഇവർക്കൊക്കെ പണിത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ സൗഹാർദ്ദത എന്ന് പറയുന്നത് ഭാരത സംസ്കാരത്തിൻ്റെ ഇഴകിച്ചേർന്ന് കിടക്കുന്നു. ആരും പഠിപ്പിക്കുകയും ഭരണഘടനയിൽ നിന്നും എഴുതി വയ്ക്കൊന്നും വേണ്ട, അതെല്ലാം ഉള്ളിലുള്ളതാണ്. ആ സംസ്കൃതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. പക്ഷേ നമുക്ക് പറയാം, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിലവിൽ അവിടെ ഖബർ സ്ഥാനം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ 250 വർഷങ്ങൾക്ക് മുമ്പുള്ള ജൂതന്മാരുടെ കല്ലറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഒരു 97 കാലഘട്ടത്തിൽ ഒരു വളരെ പഴയ ഒരു പാട്ടവകാശം കാണിച്ചുകൊണ്ട് മറിഞ്ഞു വന്നതിന് ശേഷം 70 സെൻറ്റ് സ്ഥലം ഈ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിൽ താഴത്തോട്ട് ഇറങ്ങി ചെയ്യുമ്പോൾ അവസാനം 70 സെൻറ്റ് സ്ഥലമോളം മുസ്ലിം പള്ളിയുടെ പേരിൽ കാണിച്ചുകൊണ്ട് ഒരു ബോഡി മറവ് ചെയ്ത് ഒരു കേസ് ഹൈക്കോടതിയിൽ നിലനിൽപ്പുണ്ട്. ഇതിൽ തന്നെ പണ്ട് പുരാതനമായിട്ട് ആ സമയത്ത് ഇവിടുന്ന് നേരെ ഇറങ്ങിപ്പോയിട്ട് അവിടെ കടവിൽ പോയിട്ട് ആറാട്ട് നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പൂർവികർ പറയുന്നു. പക്ഷെ ഒരുപാട് കാലം ഇവിടുന്ന് നൂറ്റാണ്ടുകൾ മുമ്പ് വില്ലാർവട്ടം രാജവംശത്തിൻ്റെ അവസാനത്തിൽ പാലിയത്തോട്ട് വന്നു ചേരുകയും ആ പാലിയത്തോട്ട് വന്നു ചേർന്നപ്പോൾ പാലിയം എന്ന് പറയുന്നത് നമ്മുടെ 2 കിലോമീറ്റർ അപ്പുറത്ത് അവരുടെ ഭരണ ചുമതലയും അവരുടെ തറവാട് അവരുടെ കാര്യങ്ങളെല്ലാം സംരക്ഷിച്ചു പോരുന്ന സ്ഥലമായിരുന്നു. അവിടെ ഇരുന്നിട്ടാണ് അവർ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ക്ഷേത്രം അന്യം നിന്ന് പോയി വളരെ മോശാവസ്ഥയിൽ നിന്ന് ഇപ്പോൾ
നാട്ടുകാരെന്നുള്ളവർക്ക് ഞാൻ രക്ഷാധികാരിയായിട്ടാണ് ഇതിൻ്റെ ഭരണ ചുമതല എടുക്കുന്നത്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് പാലിയത്ത അച്ഛന്മാരാണ്. ഇവിടെ പാലിയം ദേവസ്വം ബോർഡിൻ്റെ മാനേജർ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ട് ട്രസ്റ്റി ഒക്കെയാണ് ഇതിൻ്റെ ഓണർഷിപ്പിലുള്ളത്. സ്വാമി ഒറ്റയ്ക്ക് തന്നെയാണോ ഇതൊക്കെ നോക്കുന്നത്? അങ്ങനെ പറയേണ്ടി വരും. അതിലൊക്കെ കൂടി ഉണ്ടാകും. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് എന്നുള്ള സാധനമില്ല. നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ആരെങ്കിലും ഉണ്ടാവണം. ആരെയും വിളിച്ച് ക്ഷണിച്ചിങ്ങനെ കൊണ്ടു നടക്കുന്നില്ല. എങ്കിലും നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ ഉപകാരപ്രദമായിട്ട് നമ്മൾ ഇവിടെ ഒരു കാണാൻ കഴിയും, ഒരു ടാങ്ക് പണിതിട്ടുണ്ട്. അതൊരു 10-30 വർഷം മുമ്പ് ആയിരിക്കണം, 25 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഒരു 3 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് പാലിയത്തെ മാനേജർ തീരെഴുതി കൊടുക്കുകയാണ്. അവിടെ ഒരു വലിയൊരു ടാങ്ക് പണിതിട്ടുണ്ട്. താഴത്ത് തൊട്ടപ്പുറത്തുനിന്ന് മോട്ടർ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് റോ വാട്ടർ ഇട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് വിട്ടുകൊടുത്തിട്ട് കൃഷി ചെയ്യാമെന്നാണ് ഉദ്ദേശം. കൃഷിയല്ല, അതിൻ്റെ അപ്പുറം 2 ഉദ്ദേശം. കൃഷി ആരെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ നാട്ടിൽ വെള്ളത്തിന് വളരെ മോശം അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ വേറെ സംവിധാനമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും വെള്ളം വളരെ കിണറിലൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒഴുക്കി വിട്ട് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് നടന്നില്ല എന്ന് മാത്രമല്ല, അതൊന്നും അത് അനാഥമായിട്ട് കിടക്കുന്നു. കുളം അത് പാറക്കുളമാണ്. അതിനും അവകാശികളൊക്കെ കയറി വരികയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും എല്ലാവരും തന്നെ പരമാവധി കുറച്ച് സ്ഥലങ്ങളൊക്കെ കൈവശം വെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അതെല്ലാം ഒരു ഇഷ്യൂസ് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും നമുക്ക് സൗഹാർദ്ദപരമായി ഇപ്പോൾ പെര വെച്ച് പോയി എങ്കിൽ അവരോട് സ്നേഹത്തോടു കൂടി ആ വെച്ച സ്ഥലം അവരുടെ ഇരിക്കട്ടെ. അതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് ഒരു തരക്കേടില്ലാത്തൊരു കോംപ്രമൈസിൽ എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 പേരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം തീർത്തൊരു നല്ലൊരു അതിർത്തി ഉണ്ടാവുകയും ആ അതിർത്തി പിന്നെ രാത്രി എനിക്ക് നടക്കാത്ത രീതിയിലാവുകയും ചെയ്യുന്ന അവസ്ഥയിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ന്യായമായിട്ടും ഇപ്പോൾ ഒരാൾ കയറി താമസിച്ചു പോയി പെരയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പേര് പറയാതെ ഒരു ടീമുണ്ട്, അവർക്ക് ആധാരം പോലും ഇല്ല. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വാക്ക് ഞങ്ങൾ ഇറക്കി വിടില്ല, നിങ്ങൾ സഹകരിക്കുക, നമ്മൾ സഹകരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ക്രിസ്ത്യൻസാണ്. നമ്മൾ ആ മതവിരോധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ മനുഷ്യൻ എന്നുള്ള സങ്കല്പത്തിൽ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. നമ്മളോട് നല്ല സഹകരണവും ഉണ്ട്. അപ്പം ആദ്യകാലങ്ങളിൽ അങ്ങനെയല്ല, സർക്കാർ ഭൂമിയാണ്, അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് ഞങ്ങളുടെ എന്നുള്ള ഒരു സ്റ്റൈൽ മാറി. ഇത് സർക്കാർ ഭൂമിയല്ല, ഇത് പാലിയം ഭൂമിയാണ്, അത് ദേവസ്വം ഭൂമിയാണ്, ദേവസ്വം ഭൂമി ആണെന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ ഇതൊക്കെ തിരിച്ച് നമുക്ക് അളന്ന് തിട്ടപ്പിടിച്ച് ഓരോരുത്തർ കയ്യേറിയേക്കണ അളവുകൾ വരെ നമുക്കറിയാം. അവരായിട്ട് ധാരണയായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഈ യാഗത്തോടൊപ്പമോ യാഗം കഴിഞ്ഞിട്ടാണെങ്കിലും കൊള്ളാം, നമ്മൾ പരമാവധി ആളുകളായിട്ട് തീർത്ത് സെറ്റ് ചെയ്ത് ബൗണ്ടറി സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിനിടയ്ക്കൊരു ദോഷം വന്നിരിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് ടൂറിസം വകുപ്പും ആർക്കിയോളജിയും കൂടിയും ഹാർമണി പാർക്ക് എന്നുള്ള കണ്ടീഷനിൽ ജൂതന്മാരുടെ ഡോംസുകൾ ശ്മശാനങ്ങളിൽ ഒരു വഴികളൊക്കെ ക്ലിയർ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പാർക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ക്ഷേത്രത്തിന് ഒരു അതിർത്തി വേണമല്ലോ, അതിനുവേണ്ടി ഹൈക്കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട്. അതുപ്രകാരം അവരോട് സംസാരിച്ചപ്പോൾ അതൊന്നും അവർക്ക് നേരെ അതിർത്തിയൊന്നും നോക്കാൻ, നമ്മൾ ഈ ഇവിടുത്തെ യൂതന്മാരുടെ കല്ലറ ആയിട്ട് പോകാനുള്ള വഴി ഉണ്ടാക്കണം, അത് നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നുള്ള അർത്ഥം വരികയും നമ്മൾ അതിനെ കയറി സംസാരിച്ചു. ചർച്ച നടന്നു. ചർച്ചയിലും മാന്യമായിട്ട് നമ്മളോട് ചർച്ചയിലൊക്കെ മുന്നോട്ട് പോകും. നമ്മളൊരു MOU ആണ് പറഞ്ഞത്, അതായത് ഒരു കണ്ടീഷൻ വേണം. ഇനി ചുമ്മാ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ട് അത് കഴിയുമ്പോൾ അത് ഞങ്ങളുടെ എന്ന് പറഞ്ഞ കഥയില്ലല്ലോ. അപ്പോൾ അവർ MOU വേണം എന്നുള്ളൊരു വ്യവസ്ഥ വെച്ചു. അതൊക്കെ പറയുന്നതല്ലേ നടക്കാണ്ട് വന്നപ്പോൾ നമ്മൾ കയറി തടയുകയും പോലീസ് വന്നിട്ട് എനിക്കൊരു ലെറ്റർ, എൻ്റെ പേരിൽ തന്നെ ഒരു ലെറ്റർ തന്ന് ഇവിടെ എത്തി കഴിഞ്ഞാൽ ആ വകുപ്പിട്ട് കേസ് എടുക്കുന്നു. ആ ലെറ്റർ കൊണ്ട് പാലിയത്ത് പോയി. പാലിയത്തുനിന്ന് നമ്മൾ ഹൈക്കോടതി പോയിട്ട് 7 ചില്ലാൻ ഏക്കറിൻ്റെ BTR ബേസിക് ടാക്സ് രജിസ്റ്റർ കൊണ്ടുപോയി ഹൈക്കോടതിയിൽ ഹാജരാക്കി ഒരു സ്റ്റേക്ക് നീങ്ങി 8.5 വർഷം മുമ്പ്. ആ സ്റ്റേയിൽ നിന്ന് അവിടെ കിടക്കുകയാണ്. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ അല്ല, ഈ ജൂത ശ്മശാനം പോലും ഗവൺമെൻറ് അല്ല, അതും ക്ഷേത്രത്തിൻ്റെ ആണെന്ന് എനിക്ക് പറയാൻ ഒരു മടിയില്ല. മടിയില്ലെന്നല്ല, അങ്ങനെ വരൂ. അത് ആർക്കും അറിയില്ലാണ്ടാണ്. അപ്പോൾ അവർ പൂർവികർ അന്ന് അവരുടെ കാലത്ത് ചോദിച്ചിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും, ആധാരങ്ങളാക്കിയിട്ടില്ല. അപ്പം അത് അങ്ങനെ കിടക്കുകയാണ്. അതിലൊന്നും നമുക്ക് വിരോധമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്രം മറ്റു ദേവാലയം, ബാക്കി 3 ദേവാലയങ്ങൾ അമ്പരചുംബികളായി സംരക്ഷിക്കുകയും അതിനുവേണ്ടി കോടികൾ മുടക്കി സർക്കാർ ചെലവ് ചെയ്തുകൊണ്ട് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്തുകയും ചെയ്യുമ്പോൾ ഈ ദേവാലയങ്ങൾ ഉണ്ടായത് ഇവിടെ ഇരുന്നിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ കീഴിലാണ് ഉണ്ടായതെന്ന് ചിന്തിക്കാതെ ഈ ക്ഷേത്രത്തെ ഇതുപോലെ മുടിഞ്ഞു കിടക്കുന്ന രീതിയിലോട്ടാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാകണം.
എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ എല്ലാവരുമായിട്ട് പാലിയവും നമ്മളെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജനശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു മഹായാഗത്തിലോട്ട് കടന്നിരിക്കണം. ഒരു നവചണ്ഡിക മഹായാഗം എന്നാണ് അതിൻ്റെ പേര്. ആ യാഗത്തിൽ നമ്മൾ ഒരുപാട് കേന്ദ്രം ഉൾപ്പെടെ വരാനിരിക്കുന്ന കേന്ദ്ര മിനിസ്ട്രിയിലെ 2 മിനിസ്റ്റർമാർ, ഗവർണർമാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ എല്ലാവരും പരമാവധി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാമി ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ 9 പേരുടെ യതിപൂജ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 25ഓളം രക്ഷാധികാരികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പ്രവർത്തിക്കാനായിട്ട് ഒരു 10-40ഓളം പ്രവർത്തകരെ അഗ്രസീവായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മളിപ്പോൾ അറേഞ്ച്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ യാഗം നടക്കുന്നത് 3 ശാലകളിലായിട്ടാണ്. ഞാൻ നേരത്തെ ഒന്ന് ഭോജനശാല, ഭക്ഷണം രാവിലെ 8 മണിക്ക് തുടങ്ങിയ രാത്രി 8 മണി വരെയും നമുക്ക് റണ്ണിങ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തത് പ്രോക്ഷണശാലയാണ്. അതും ഇതുപോലെ തന്നെ രാവിലെ 9 മുതൽ രാത്രി 9 വരെയും നൃത്ത സംഗീതോത്സവം എന്നുള്ള സങ്കല്പത്തിൽ, അതായത് നൃത്തം ഉണ്ടാവും, സംഗീതം ഉണ്ടാവും, ക്ഷേത്രകലകൾ ഉണ്ടാവും. പറ്റുമെങ്കിൽ ഭാരതത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കഥക്, ഒറീസ, രാജസ്ഥാൻ ഇങ്ങനെ കലാരൂപങ്ങളെ വൈകിട്ട് നിരത്താൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ക്ഷേത്ര ഭഗവാന് നേരിട്ട് അന്നേ ദിവസം ഒക്ടോബർ 3 മുതൽ ഈ 13 വരെ തന്നെ ദശാവതാരം ചന്ദനം ചാർത്ത് നടക്കും. അപ്പം ഒന്ന് യാഗം, ദശാവതാരം ചന്ദനം ചാർത്ത്, നൃത്ത സംഗീതോത്സവം കൂടി, പ്രത്യേകിച്ച് നവരാത്രി സമയം കൂടിയാണ്. അങ്ങനെ യാഗശാലയിൽ യാഗം കഴിഞ്ഞുള്ള സമയങ്ങളിൽ നാരായണീയം, ഭാഗവതം പോലുള്ള പാരായണങ്ങൾ ഇങ്ങനെ റണ്ണിങ് ആയിട്ടുണ്ട്. അപ്പോൾ 3 ശാലകൾ ഒരേ സമയം പ്രവർത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇണക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് പോകും, നമുക്കതൊന്ന് കയറി അതിനകത്തൊന്ന് കളിക്കണമെന്ന് തോന്നും. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല നിലയിലിരിക്കുന്ന ആളുകൾ ഈ വേദിയിൽ വരും, ആശംസകൾ അർപ്പിക്കും. തന്ത്രിമാർ വരും. ഇപ്പോൾ വേഴപ്പറമ്പ് ചിത്രാനന്ദ തിരുമേനി, മണ്ണാർശാല തിരുമേനി, ആലുവ തന്ത്ര വിദ്യാപീഠം ഡയറക്ടർ, ഇവരൊക്കെ രക്ഷാധികാരികളാണ്. MK കുഞ്ഞോൽ, പത്മശ്രീ MK കുഞ്ഞോൽ രക്ഷാധികാരിയാണ്. അങ്ങനെ ഒരുപാട്, ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല. അപ്പം അതൊക്കെ ഇതിനെല്ലാം ചിലവ് നമ്മൾ വഴിപാടുകളായിട്ട് കണ്ടെത്തുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വഴിപാടെന്ന് പറഞ്ഞായിട്ട് നമ്മൾ ലക്ഷദീപം 50 രൂപ എന്ന് പറഞ്ഞൊരു ചീട്ട് അങ്ങനെ അടിച്ച് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഈ എല്ലാ ദിവസവും വഴിപാടോടുകൂടി നടത്തുന്ന ഒരു റെസീറ്റ് അടിച്ചിറക്കിയിട്ടുണ്ട്. 25,000 രൂപ. വെച്ചാൽ ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ ഈ 10 ദിവസവും അവരുടെ പേരിൽ വഴിപാടുണ്ടാവും. അതിന് ഒരു ദിവസമാണ് ആ വഴിപാടിന് 3,000 രൂപ എന്നുള്ളൊരു കൺസെപ്റ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചാക്കരി നമുക്ക് സ്പോൺസർ ചെയ്യണമെങ്കിൽ 2,000 രൂപ, ഒരു പാട്ട എണ്ണ സ്പോൺസർ ചെയ്യണമെങ്കിൽ 2,000 രൂപ, അരപ്പാട്ട എണ്ണയും അരച്ചാക്കരി ആണെങ്കിൽ 1,000 രൂപ. പിന്നെ നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്നത് ഒരു 100 പേർക്ക് അന്നദാനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5,000 രൂപ, ഒരു 200 പേർക്ക് അന്നദാനം കൊടുക്കണമെങ്കിൽ ഒരു 10,000 രൂപ. ഇങ്ങനെയുള്ള അത് മാത്രമേ നമ്മളിപ്പോൾ ചിന്തിച്ചിട്ടുള്ളൂ. അതിനുള്ള സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പിരിവ് തുടങ്ങിയിട്ട് പോലുമില്ല. നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളും നല്ല രീതിയിൽ സാഹചര്യങ്ങൾ കണക്കുക, നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പ്ലാനിങ്ങിലായിരുന്നു മൊത്തം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കുമാരി പൂജ എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു 3 കാര്യം. ഇപ്പോൾ ഈ 3 ശാലകൾ പറഞ്ഞിട്ട് തന്നെ 3 കാര്യത്തിനാണ്. 3 ചടങ്ങുകളല്ല, ഒരുപാട് ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതൊന്നും ചെറിയ ചടങ്ങുമല്ല. പക്ഷെ നമ്മളിവിടെ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഒന്ന്, കൊല്ലൂർ മൂകാംബിക, കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരമ്മ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകൾ മറ്റ് സഹകരിക്കാൻ പറ്റുന്നിടന്ന് എവിടുന്നും നമ്മൾ 108 ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് കുറയാതെ ജ്യോതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കാം, അല്ലെങ്കിൽ 4 പേര് അടങ്ങുന്ന ഒരു ടീമിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 4 പേര് കൂടി ആ ജ്യോതി ഇവിടെ കുന്നത്തുകളി ക്ഷേത്രം എന്ന് പറയും, ഇവിടുന്ന് 1/2 കിലോമീറ്റർ ഇല്ല, അവിടെ കൊണ്ടുവന്ന്, അതായത് ഒക്ടോബർ മാസം 3-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും അവരവിടെ കൊണ്ടുവരണം. അവിടെ കൊണ്ടുവരുമ്പോൾ ആ ജ്യോതിയുടെ അടിയിൽ പേരുണ്ടാവണം. ഏതാണ് ജ്യോതി? കൊടുങ്ങല്ലൂരമ്മയും കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കമ്മയും ചോറ്റാനിക്കമ്മ പേരുണ്ടാവണം. പ്ലസ് ഒരു മുത്തുക്കുട, പ്ലസ് 2 താലം. അങ്ങനെ 108നും അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതിനുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി 10-60 എണ്ണം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 108 ജ്യോതി അങ്ങനെ അവിടെ നിന്ന് വളരെ ഒരു മേളഘോഷങ്ങളോട് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ വന്ന് താഴത്ത് നമ്മൾ ഈ പ്രോക്ഷണശാലയിൽ ഈ 108 പേർക്കും ഇരിക്കാവുന്ന സംവിധാനം ചെയ്ത് ആചരിച്ച് ഇരുത്തി. അപ്പോഴാണ് സ്വാമി ചിദാനന്ദപുരി, ബ്രഹ്മവാദാനന്ദ സ്വാമി തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ആശ്രമങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണാശ്രമം, ശിവഗിരി ആശ്രമം, പിന്നെ ചിന്മയ മിഷൻ, ഇവിടെയുള്ള എല്ലാ സ്ഥലത്തു നിന്നും ഓരോ പ്രതിനിധികൾ, അമൃത മിഷൻ, അവിടെ നിന്നൊക്കെയുള്ള ഓരോ പ്രതിനിധികൾ 9 പ്രതിനിധികൾ ഈ ഇവിടെ ഉണ്ടാവും. അവരെ ഇരുത്തി യതിപൂജ എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടത്തും. ഏറ്റവും വലിയൊരു ചടങ്ങാണ്. ആ ചടങ്ങ് നടത്തിയിട്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ സന്യാസിമാരെ പ്ലസ് 108 ദേവികളെയും തൊഴാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 108 ക്ഷേത്രത്തിൽ നമുക്ക് ഒരു മാസം കൊണ്ട് ചിലപ്പോൾ പോകാൻ പറ്റില്ല. പക്ഷേ ആ 108 ജ്യോതികളെ ഇവിടെ നമുക്ക് ഒരുമിച്ച് ഇരുത്തിയിട്ട് ആ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തൊഴാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത്. അതിനുശേഷം ആ ജ്വാലകളെല്ലാം കൂടിയും ഒരുമിപ്പിച്ച് 9 സന്യാസിമാരെ 9ആയിട്ട് ലയിപ്പിച്ച് ഒന്നായി ലയിപ്പിച്ച് യാഗശാലയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തും. അന്ന് തന്നെയാണ് ഋതിക്ക് പറയുന്നത്. ഈ യാഗം വൈദികയാണ്, കേരള താന്ത്രിക രീതിയിലല്ല, വൈദികമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഋതിക്ക് വരണവും അന്ന് തന്നെ നടക്കും. അന്നത്തെ കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങി യാഗം തുടങ്ങിയായി. ആ സമയത്ത് തുടങ്ങി 10 ദിവസവും 9 കുട്ടികൾ 9 രൂപത്തിൽ 9 ഭാവത്തിൽ 9 മന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കുന്നൊരു ചടങ്ങാണ്. അത് 10 ദിവസം ഉണ്ടാവും. അതിന് 90 കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. അതിലോട്ട് നമ്മൾ കുട്ടികളെങ്ങനെ ചേർത്തുകൊണ്ടിരിക്കണം. ആഗ്രഹമുള്ളവർ വന്നാൽ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ നമ്മൾ ഇരുത്തും. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അവരെ ദേവീഭാവത്തിൽ 9 കുട്ടികളെയും അണിയിച്ചൊരുക്കി ഒരു 10-ആമത്തേക്കും ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വലം വെച്ച് ഇവിടുന്ന് എഴുന്നള്ളിച്ച് യാഗശാലയുടെ അടുത്തുകൊണ്ടേ ഇരുത്തി ഈ ഋത്തിക്കുകൾ വന്ന് ഈ 9 പേരെയും പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോഴത്തെ പ്രത്യേകിച്ച കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു സന്ദേശമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് സ്വന്തം അച്ഛനും അമ്മയും വരെയും വന്നിട്ട് ഈ കുട്ടികളെ നമസ്കരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, ആ ഒരു പൈതൃകം കാണിക്കുക എന്നുള്ള ഉദ്ദേശം 10 ദിവസവും നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചടങ്ങാണ്. മൂന്നാമത്തെ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 13 വിജയദശമിയുടെ അന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി യാഗത്തിൻ്റെ പൂർണ്ണാഹുതി നടക്കും. അതിനുശേഷം ഈ യാഗത്തിൻ്റെ പൂർണ്ണാഹുതിക്ക് മുമ്പ് തന്നെ ഈ ഭദ്രദൈവത്തിലോട്ട് ഇത് ലയിപ്പിക്കും. ഈ യാഗാഗ്നി പ്ലസ് 108 ജ്യോതികളും കൂടി ലക്ഷദീപോത്സവം എന്നുള്ള സങ്കല്പത്തിൽ, ലക്ഷത്തിൽ പരം, ലക്ഷം എന്നുള്ളത് 1 ലക്ഷം എന്നുള്ളത് 1.25 ആവാം, കൂടുതൽ ദീപങ്ങൾ, ലക്ഷദീപോത്സവം നാരീശക്തി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കൊണ്ട് കത്തിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത് 1000 പേരാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മിനിമം 500 പേരുണ്ടെങ്കിൽ നല്ല സുന്ദരമായിട്ട് ഒരു 200 തിരി കത്തിച്ച 1 ലക്ഷം തിരിയാണ്. അത് എണ്ണം കൂടുതലുണ്ടെങ്കിൽ അത് ഒരേപോലെ സാരി എടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നൊരു സാരി ഉണ്ട്. ആ സാരി എടുത്ത് അവർ മാത്രമായിരിക്കും അത് കത്തിക്കുക. അപ്പോൾ അതിനൊരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഞാൻ പറഞ്ഞ അറേഞ്ച്മെന്റിന് കൂടുതൽ പ്ലാനിങ് കൊടുക്കുന്നു. ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം സ്വാമി ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ഒറ്റക്കൊന്നല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഒരിക്കലും സാധിക്കാത്ത കേസാണ്. പക്ഷേ അതിൻ്റെ ഹെഡായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അത് നമ്മളല്ല, ഭഗവാൻ മുന്നിൽ ഉണ്ട്, എൻ്റെ ഗുരുക്കന്മാർ മുന്നിലുണ്ട്. ഞാൻ അതിൻ്റെ പുറകെ ഓടിയെത്താൻ ശ്രമിക്കുന്നു. അത്ര ഓടിയെത്താത്തതിൻ്റെ വിഷമമുണ്ട് എന്നുള്ളൂ. അല്ലാണ്ട് നമുക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ സങ്കല്പിക്കാൻ പറ്റില്ല. ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ശക്തമായി കൂടി എൻ്റെ ഭഗവാൻ, ഞാൻ ജനിച്ച് വീണ മണ്ണാണ്. ഇവിടുത്തെ ഭഗവാൻ നമ്മുടെ മുന്നിൽ ഓടെയാണ്, ഗുരുക്കന്മാരുണ്ട്, അവരെ പുറകെ നമ്മൾ ഓടിയെത്തണില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. അത് നടക്കും. അതിൻ്റെ പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന് എല്ലാം ചെയ്യണമെന്നില്ല, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യും എന്നുള്ള സങ്കല്പത്തിൽ പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ട് എല്ലാവരും ചെയ്യണം. ഇവിടെ ഈ രാജ്യവും ഈ നാടൊക്കെ എവിടെ എത്തും? ഇത് ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണം എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. നമ്മൾ ഐ ഡോണ്ട് കെയർ, നമ്മൾ കെയർ ചെയ്യില്ല. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അത് ഇവിടെ നടക്കേണ്ടതാണെങ്കിൽ നടക്കും, നടക്കേണ്ടാത്താണെങ്കിൽ നടക്കില്ല. അതിനെ നമ്മൾ ബോധർ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ആ ലക്ഷദ്വീപത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുക. പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരും. നമ്മുടെ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ടുണ്ട്. എല്ലാതെയും ഉള്ള ആളുകൾ, പല ചിന്തകളുള്ള ആളുകളെ ഈ വേദിയിൽ കൊണ്ടുവരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു 3 മന്ത്രിമാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവരുടെ കീഴ്ഘടകങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് 2 മന്ത്രിമാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
ഗവർണർമാരെ ബന്ധപ്പെടണമെന്ന് നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷം ഓട്ടോമാറ്റിക് ഉണ്ടാകും. ആ അന്തരീക്ഷത്തിൽ യാഗം നടക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഇതെല്ലാം നടത്തുന്നത് ഈ വരുന്ന ആളുകളെല്ലാം ഈ 3 ദേവാലയം കൂടി ഒന്ന് കണ്ട് 4 ദേവാലയവും കണ്ട് അതിൻ്റെ വിലയിരുത്താനും ഒരു അവസരം ഉണ്ടാകണം. നമ്മൾ ബഹളം ഉണ്ടാക്കാനോ പ്രക്ഷോഭം ഉണ്ടാക്കാനോ തല്ലുപിടിക്കാനോ പോകുന്നില്ല. പകരം ഇതൊന്ന് റിയാലിറ്റി പൊതുമധ്യം അറിയണം. നിങ്ങളെയും വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. റിയൽ എന്താണ്. ഇപ്പോൾ അല്ലാതെ സാധാരണ നടക്കുന്നതിൽ നടന്ന സംഭവം നമുക്കിപ്പോൾ പല കാര്യങ്ങളും കാണുന്ന സംഭവം എന്നെ സംബന്ധിച്ച് എനിക്കറിയാം രണ്ടാണ്. ഒന്നായി പോണ അപൂർവ ആൾക്കാരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഇവിടെ ദർശനത്തിന് ആൾക്കാർ വരാറുണ്ടോ? ദർശനത്തിന് ആളുകളുണ്ട്. ഇത് രാവിലെ ഒരു 5:30-6 മണിയാവും ക്ഷേത്രം തുറക്കുമ്പോൾ. ഒരു രാവിലെ 9 മണിയാകുമ്പോൾ അടയ്ക്കും. പക്ഷെ സ്വതവേ ആളുകൾ പുറമേ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ വഴുകും. ക്ഷേത്രത്തിനായിട്ട് വരുന്നവർ കുറവാണ്. പക്ഷെ കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ പ്രതീക്ഷിപ്പോൾ നിങ്ങൾ കാണുന്ന വിട്ടതെന്നല്ല, ഒരുപാട് ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ഈ ചൂടൊക്കെ കൂടിയതിൻ്റെ വലിയ ഇത്തിരി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ട്. അത് എല്ലായിടത്തും 3-4 സ്ഥലത്തും പോകും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഒരു പെട്ടെന്നൊരു സ്റ്റക്കാവും. അപ്പോൾ ആ സ്റ്റക്ക് ആ വന്നവർക്കല്ലേ അറിയുള്ളൂ. ഇനിയിപ്പോൾ അത് ഈ ലോകത്തുള്ള ഭാരതീയരായിട്ടുള്ള എല്ലാവരും കാണട്ടെ, മനസ്സിലാക്കട്ടെ. ഭരണകർത്താക്കളാണോ രാഷ്ട്രീയക്കാരാണോ സർക്കാരാണോ ആരാണ് ഇതിന് തടസ്സം നിൽക്കുക, അത് മാറട്ടെ. മാറാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ യാഗം. അവരുടെ ബോധം നല്ല രീതിയിലാവട്ടെ. ലോകത്തിലെ സർവ്വ മതസ്ഥർക്കും ഒരുപോലെ നോക്കിക്കാണാൻ പറ്റിയ ലോകത്തിലെ ഏക സ്ഥലമായ ഈ സ്ഥലത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്ന മനസ്സെല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ യാഗം. ഈ ഇവിടെ ഒരു ചൊല്ലുണ്ട്, ചൊല്ലല്ല, ഒരു നാട്ടുകാരുടെ ഒരു പറച്ചിലുണ്ട്, ടൂറിസം അനുവദിക്കാത്ത സ്വാമി എന്ന്. അതെന്താ? ടൂറിസം അനുവദിക്കാത്ത സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്ക് ടൂറിസത്തോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ക്ഷേത്രഭൂമിയിൽ മാത്രം ടൂറിസം ഒതുങ്ങണം. അതൊരു MOU പോലും ഇല്ലാതെ, ഒരു മാനദണ്ഡവും ഇല്ലാതെ നമ്മൾ ഈ കാണുന്ന സ്ഥലം, ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് ഒരു ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു പാർക്ക് വന്നു. ആ പാർക്ക് പിന്നെ അത് പബ്ലിക്കായി, പിന്നെ അത് തിരിച്ച് ക്ഷേത്രത്തിൽ ഞാൻ തുറന്നു. അപ്പോൾ അതിനൊരു കൃത്യമായൊരു മാനദണ്ഡവും കാര്യങ്ങളും ഇല്ലാത്തതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. ടൂറിസത്തോട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ കയറിയിട്ട് ടൂറിസം ചെയ്യുന്നൊരു വിരോധവുമുണ്ട്. എന്നാൽ നമുക്ക് ഇതിനെ അംഗീകരിക്കേണ്ടതിന് അംഗീകരിക്കാൻ വിരോധമൊന്നുമില്ല. ഒന്നിൽ ഈ സ്ഥലം അവർക്ക് ആവശ്യമുള്ള സ്ഥലം അക്വയർ ചെയ്ത് എടുക്കുക. അപ്പോൾ അത് ഒരു വിഷമമില്ലാതെ തീരും. അക്വയർ ചെയ്യാതെ ഇത് അടിച്ചെടുക്കുന്ന ഒരു പ്രവണത വരുമ്പോൾ നമുക്ക് സാധ്യമല്ല. അങ്ങനെ പറഞ്ഞു വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ ഇവിടെ ജോലി എടുക്കുന്നത് ആരാണ്? ഈ മേഖലകളിൽ വെച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ കറോപ്പിലാണോ, മതം നോക്കിയിട്ടാണോ, ജാതി നോക്കിയിട്ടാണോ ചിന്തിച്ച് വരുമ്പോൾ വിഷമമാവും ഞാൻ പറയണത്. അപ്പോൾ ഞാൻ പീഡിത വിഭാഗത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദവും എൻ്റെ പ്രവൃത്തിയും മാറും. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കണം മനഃപൂർവ്വം. അപ്പം അങ്ങനെ ഒരു ഗുണം ഇപ്പോൾ ഈ നാട്ടിലുള്ള ആകെ കുറച്ച് വീട്ടുകാർ ഇവിടെ ഉള്ളൂ. ഇവർക്കിവിടെ ഇതിക്ക് മുമ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ അവർ. അപ്പം അങ്ങനെ ടൂറിസം വരണോണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. വരണതിന് മാനദണ്ഡം ഉണ്ടാവണം, ഒരു MOU ഉണ്ടാവണം, കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടാവണം. ഇപ്പം എന്തെങ്കിലും ഒരു കാലത്ത് സർക്കാർ കാര്യമാണോ, സർക്കാർ കാര്യം മുള പോലെ ഒന്നല്ലേ. ഇത് ആനം പണിത് തുടങ്ങി ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വന്നു ഇത് അങ്ങോട്ട് കാട് പിടിച്ച് പോയി കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും? ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പം അവിടെയൊക്കെ ഒരു ബലമായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരവും കാര്യങ്ങളും ഉണ്ടാകണം. ടൂറിസത്തിന് അപ്പുറം ഈ ക്ഷേത്രം തന്നെ ടൂറിസം അല്ലേ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എത്രയോ പദ്ധതികൾ ടൂറിസമായി മാറി. അതുപോലെ ഇവിടെയും അങ്ങനത്തെ പദ്ധതികൾ എന്തെങ്കിലും കൊണ്ടുവന്നൂടെ? നല്ല പദ്ധതി ടൂറിസം പല രീതിയിൽ ചെയ്യാം. നമ്മുടെ ആരാധനാലയം ബന്ധപ്പെടുത്തി 4 ദേവാലയങ്ങൾ കാണുന്ന തന്നെ നല്ല ഒരു ടൂറിസം അല്ലേ. അപ്പം അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ ക്ഷേത്രം പണിയാതെ എനിക്ക് ഭയങ്കര ലജ്ജയെന്ന് പറഞ്ഞാൽ ആ ടൂറിസത്തിൻ്റെ പാർക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊന്നും ഉണ്ടാക്കിയിട്ടാണ് ചോദിക്കണമെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഇതിനെ തഴഞ്ഞിടുകയും ഇതിനെ പരമാവധി ഒതുക്കിയിടുകയും കെട്ടിപ്പൂട്ടിയിടുകയും. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു 8-10 വർഷം മുമ്പ് ഇവിടെ എന്തെങ്കിലും ഒരു വിളക്കും പാട്ടും നടത്തണമെങ്കിൽ, ശ്രീകൃഷ്ണജയന്തി നടത്തണമെങ്കിൽ ഇവിടെയൊക്കെ കുറ്റിയടിയും തഹസിൽദാരുടെ അനുമതി വേണം, പോലീസിൻ്റെ അനുമതി വേണം, പഞ്ചായത്തിൻ്റെ വേണം, വില്ലേജിൻ്റെ വേണം. ഇതെന്താ ഈ ക്ഷേത്രത്തിൽ മാത്രം ഇങ്ങനെ? ഇവിടെ ഒരു ബാത്റൂം പണിയാൻ അനുമതിയില്ല. ഇവിടെ ഇത്രയും മോശമായിട്ട് കിടക്കണം. ഇത് ആർക്കിയോളജിയുടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ 1 വർഷം മുമ്പ് ഞാനാണ് ഓട് മാറ്റിയത്. ഇത് ആർക്കിയോളജിയുടെ ആണെങ്കിൽ ആരാ ചെയ്യേണ്ടത്? ആർക്കിയോളജി ചെയ്യണ്ടേ? അങ്ങനെയൊന്നും ചോർന്നുകൊണ്ടിരിക്കേണ്ടത്.
അപ്പുറത്ത് നമ്മൾ കിടന്നുറങ്ങണ ഓഫീസിലോട്ട് കറണ്ട് ബ്ലോക്ക് ചെയ്ത് എഴുതി തന്നു. ഞാൻ തിരിച്ച് ഇവിടെ നിയമപരമല്ലാതെ നടക്കുന്ന, ഞാനൊരു നാട്ടുകാരൻ, എനിക്കറിയാം അവിടെയൊക്കെ കേസ് ഇവിടെ നിയമലംഘനം, അത് കൃത്യമായിട്ട് എഴുതി ഞാൻ കൊണ്ടേ കൊടുത്തുകൊണ്ട് അവർക്കൊക്കെ പിഴയും കിട്ടി, എനിക്ക് പിഴയും കിട്ടിയില്ല. കാരണം ഞാൻ നിയമപരമായിട്ടാണ് ഇതാക്കുന്നത്, ഞാൻ ഈ പറമ്പിൻ്റെ ഉള്ളിലാണ് ഇതാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും കൃത്യമായ അന്വേഷണം നടത്തി ഞാൻ അതിന് മറുപടി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ടൂറിസം വേണ്ടാന്ന് നമ്മൾ പറയില്ല, അത് നമ്മളെയും കൂടിയും കേട്ട് നമ്മളുടെയും കൂടിയും ഗുണത്തിന്, ക്ഷേത്രത്തിന് പാല്യത്തിന് എന്ത് ഗുണം. ഒരു 4 ഏക്കർ ഭൂമി പോയി, ഇവിടെ 5 ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ 2 കോടി രൂപ ആസ്തിയാണ്. അത് ചുമ്മാ സർക്കാരിന് കൊടുക്കാനുള്ള നടപടിയുള്ള കേസാണ്. വേണ്ട ഒരൊറ്റ ഉദാഹരണം പറയാം. ഇവിടെ സ്റ്റൈലാണ്, അത് CPI പാർട്ടിയുടെ കെയർ ഓഫിൽ സ്റ്റൈലായിപ്പോയതാണ്. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പുഴക്കടവിൽ ഒരു മ്യൂസിയം പണിയാൻ തറക്കല്ല് വരെ ഇടാൻ പോയി, ഇട്ടോന്നും എനിക്കറിയില്ല, തറക്കല്ലിടാൻ പോയതാണ്. മ്യൂസിയമാണ്. 15 വർഷം ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തി, മ്യൂസിയമായിട്ട് നടത്തി റണ്ണിങ് ചെയ്ത് പള്ളിക്ക് റിട്ടേൺ കൊടുക്കണം. ഇത് ഇവിടെ തിരിച്ചറിയും, നിങ്ങൾ പാർക്ക് പണിതോ, ഇത് 5 വർഷം ലാഭമായിക്കോ, ഞങ്ങൾക്ക് ഇടുക, അപ്പം ചെയ്യുമോ? അത് വെറും 5 സെൻറ്റ് 10 സെൻറ്റാണ്, ഇത് 4 ഏക്കറാണ്. എന്തെങ്കിലും ഗുണം ക്ഷേത്രത്തിനോ ക്ഷേത്രത്തിൻ്റെ ഓണർമാർക്കോ വേണ്ടേ? അതൊന്നും ഇല്ലാതെ ഇതെല്ലാം അങ്ങനെ അങ്ങോട്ട് ഒരു നമ്മളെ മണ്ടനാക്കുന്ന പൊട്ടനാക്കുന്ന ആ രീതിയിലോട്ട് പോണതിനോട് നമുക്ക് യോജിക്കണം. അതുകൊണ്ട് ആരെങ്കിലും ടൂറിസം ഞാൻ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ഏക്കാൻ തയ്യാറാണ്, അല്ലാതെ നമുക്ക് ഒന്നും പറയാനില്ല. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള വിഗ്രഹം മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ ഇപ്പോൾ ഉള്ളതല്ലേ? ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്നാലും ഒരു നല്ല പഴക്കമുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തറ എന്ന് പറഞ്ഞത് തറപ്പൊക്കം വരെ കരിങ്കല്ല് തന്നെയാണ്. അതിന് മുകളിലോട്ടാണ് പിന്നെ ബാക്കി പണിയുള്ളൂ. അതിൻ്റെ മുകളിലൊരു 30 വർഷം മുമ്പാണ് കോൺക്രീറ്റ് ചെയ്താക്കുന്നത്. അതിന് മുമ്പ് ഇതുപോലെ തന്നെ ഓട് തന്നെയായിരുന്നു. വിഗ്രഹം ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളമൊഴിച്ചൊന്ന് ഉരച്ചാൽ ഇങ്ങനെ മണ്ണ് ആയിട്ടിങ്ങനെ പൂരം അത്ര പഴക്കമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ അപ്പുറം, നമുക്ക് നന്നായിട്ട് തേച്ച് വരച്ച് കഴിയാൻ പറ്റില്ല, അത്ര പഴക്കമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ശരിക്കും അത്രയും പഴക്കമുള്ള വിഗ്രഹത്തിനല്ലേ ആരാധിക്കേണ്ടത്? നല്ല അതൊരു ഇപ്പോഴും വരുന്ന ശാന്തിവർ മാറുമ്പോൾ അവർ പറയും, അയ്യോ നന്നായിട്ട് ഉടച്ച് കഴിയാൻ പറ്റില്ല, അപ്പോഴത്തെ ഇങ്ങനെ അടന്നടന്ന് ഇങ്ങനെ പീസ് അങ്ങനെ മണലായിട്ട് ഇങ്ങോട്ട് പോരും, നല്ല വെള്ളോട്ട്. അപ്പം അത്ര പഴക്കമുണ്ട്. അത് എനിക്ക് തോന്നുന്നു 1000 ഒന്നും അല്ല, അതിൻ്റെ മുകളിലോട്ട് പോകും.